വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ട് നോക്കിയാൽ കാണാം ഇന്നലത്തെ ക്യാൻഡിൽ ഇതിനു മുൻപ് ക്രിയേറ്റ് ചെയ്തിരുന്ന കുറച്ച് ക്യാൻഡിൽസിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വന്നതിന് ശേഷം ഇന്നൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് കാണിക്കുന്നത്. അതെവിടെ വരെ പോകും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതിനു മുന്നേ മാർക്ക് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ആണ്, അതുപോലെ തന്നെ അതിന്റെ തലേ ദിവസത്തെ ക്യാൻഡിലിന്റെ ലോയാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ടച്ച് ഈ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 60.137 അതുപോലെ 59.557 ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണാം, ഇന്ന് മാർക്കറ്റ് കയറി പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു കീ ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടച്ച് വന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 57.597 അതുപോലെ 57.122 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. ആ ഒരു ഏരിയയും കൂടിയിട്ട് മാർക്ക് ചെയ്തിടാം. അതിന്റെ പ്രൈസ് റേഞ്ച് 56.090 അതുപോലെ 56.588. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു പ്രൈസ് റേഞ്ച് കാണാം. ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണാം നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ കാണാം. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഇവിടെയാണെങ്കിൽ ഒരുപാട് തവണ മാർക്കറ്റ് നിന്നതിന് ശേഷം ബ്രേക്ക് ചെയ്ത് വന്നതാണ്. അപ്പൊ ഈ റേഞ്ചിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അത് സോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 61.992 അതുപോലെ 61.296 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ മൈനർ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന് ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കളറും ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഇതിന്റെ ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ വരെ ആദ്യം എത്താം. കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പൊ രണ്ടിന്റെയും ടാർഗറ്റ് ഒന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 58.591 ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഏരിയ ഇവിടെയാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ചും കൂടി നോക്കാം. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 58.975 ആണ്. കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോൺ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സോണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്നിട്ട് ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാം. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 59.454 അതുപോലെ തന്നെ 59.228 ആണ്. അപ്പോൾ അവിടേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം ബൈ എൻട്രികളാണ് പറയുന്നത്. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് കുറച്ച് കാര്യമായിട്ടുള്ള വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെൽ എൻട്രി നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറുതായിട്ടൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി ഉണ്ട്. ആ ഒരു സെൽ എൻട്രിയുടെ ആദ്യത്തെ ടാർഗറ്റ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലാണ്. ആ ലെവലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 56.794 ആണ്. അതും കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവലാണ്. ഈ ലെവലിന്റെ പ്രൈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിന്റെ നല്ലൊരു സോൺ കാണുന്നുണ്ട്. ആ ഒരു 50 മിനിറ്റ്സിന്റെ സോണിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. സപ്പോർട്ട് സോൺ ആണത്. അതിന്റെ കളറും ഒന്ന് മാറ്റിയിടുന്നുണ്ട്.
ഈ സോണിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 55.889 അതുപോലെ 55.653 ആണ്. അപ്പൊ ഈ ഒരു റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ച് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.